അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മര്യാദ പഠിപ്പിക്കുക, അവരെ ആദരിക്കുക. രണ്ടും ചെയ്യണം. മര്യാദ പഠിപ്പിക്കുമ്പോഴും ആദരവും ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് പഠിപ്പിക്കൽ? നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയും. സിമ്പിളായ രീതിയിൽ എങ്ങനെയാണ് പഠിപ്പിക്കുക? നമ്മൾ ആദ്യം ചെയ്ത് കാണിക്കണം. നമ്മൾ ആദ്യം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വലിയൊരു ഗുരുവര്യരായിരുന്ന മുമ്പത്തെ ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിനോട് ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ മകൻ ഭയങ്കര മധുരം തീറ്റയാണ്, അത് കുറക്കണം. അപ്പോൾ ആ മഹാൻ പറഞ്ഞു, നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ആ സ്ത്രീ എന്ത് ചെയ്തു? ഈ മഹാൻ്റെ അടുത്തേക്ക് വന്നിട്ടു പറഞ്ഞു, എൻ്റെ മോനോടൊന്ന് ഉപദേശിക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് ആ മഹാൻ ഉപദേശിക്കുന്ന കാര്യം എന്താണ്? അല്ലയോ മകനെ, നീ കുറച്ച് മധുരം തീറ്റി കുറച്ച് കുറക്കണം, അതിൽ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ സഹോദരൻ എന്ത് ചെയ്തു? ഈ മകൻ എന്ത് ചെയ്തു? ശ്രദ്ധിക്കാം മഹാനെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ സ്ത്രീ ചോദിച്ചു, അല്ല, ഞാൻ അന്ന് 3 ദിവസം മുമ്പ് വന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഉപദേശിക്കാനാണെങ്കിൽ ഇങ്ങനെ അന്ന് തന്നെ ഉപദേശിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ മഹാൻ പറയാം, അന്ന് ഞാൻ ഭയങ്കര മധുരം കഴിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ആദ്യം കുറച്ചു, എന്നിട്ടല്ലേ ഞാൻ ചെയ്യുന്നൊരു സാധനം ഞാൻ മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യാത്തൊരു സാധനം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറയുന്നത് അത് വളരെ മോശമല്ലേ? അത് ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും തമ്മിൽ വിഭിന്നമല്ലേ? അതുകൊണ്ടാണ് ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പം ഞാൻ മധുരം കുറച്ചു, അതുകൊണ്ട് മകനെ ഉപദേശിച്ചു. ആദ്യം നമ്മൾ ചെയ്യുക, നമ്മൾ നന്നാകുക, നമ്മൾ ഇതാക്കുക. അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗം നന്നാവും, നമ്മളെ മക്കളെ നന്നാവും, നമ്മളെ കൂട്ടുകാരെ നന്നാവും, എല്ലാവരും നന്നാവും. നമ്മളെ ചുറ്റുപാടുള്ളവരൊക്കെ മോശക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നന്നാവും? ആദ്യം നമ്മൾ നന്നാവും. നമ്മൾ നന്നായാൽ ബാക്കിയുള്ളവരും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവരും നന്നാവും. അത് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.